എടാ നീ എവിടെ? ആ ഒരു പച്ച ഗേറ്റ് കണ്ട? ആ അത് തന്നെ. ഞാൻ എൻ്റെ അകത്തുണ്ടേ. ഉള്ളടി കയറുക. ഞാൻ ഇവിടെ ഇപ്പം ഉണ്ട്. വാ. എവിടെ? ഇവിടെ ഇങ്ങോട്ട് ഇവിടെ. എടാ എപ്പറങ്ങിടാ? ഞാൻ ഇന്നലെ ഇറങ്ങി. അങ്ങനെ കൊഴുത്തണ്ടടാ. ജയിലിലെ ഫുഡ് അങ്ങനെ പിടിച്ചു തോന്നുന്നു. ആണാ? നന്നായിട്ടുണ്ടാ? ഓ നന്നായിട്ട്. അപ്പൊ ഇങ്ങനത്തെ പുതിയ പരിപാടികള്? പരിപാടിയൊന്നും സെറ്റായിട്ടില്ല. നമുക്ക് സെറ്റാക്കാം. ഞാൻ ഇറങ്ങിയില്ലേ? ഓക്കെ പുഷ നമുക്ക് സെറ്റാക്കാം. എന്തൊരു വെയിലാണ്. മര്യാദയ്ക്ക് വല്ല ഓട്ടോ പിടിച്ച് വന്നാ മതിയായിരുന്നു. ഓട്ടോ വിളിച്ചല്ലേ? അപ്പൊ നിങ്ങളല്ലേ പറയാ കടയിൽ കയറി ഐസ്ക്രീം കഴിക്കണമെന്ന്. അതുകൊണ്ടല്ലേ അവിടെ നിർത്തിയത്. കടയിൽ കയറി ഐസ്ക്രീം കഴിച്ചിട്ട് അവിടുന്ന് ഓട്ടോ പിടിച്ച് വന്നാ പോരായിരുന്നാ? എത്താറായില്ല നടക്ക്. എന്തോന്ന് വച്ചേ? എന്നാ പിന്നെ മര്യാദക്ക് ചൊറിക്ക്. അടങ്ങിയിരി ശിവ. ഹലോ ലച്ചേച്ചി, ശിവ, പാറക്കുട്ടി, ഇത് എവിടെ പോയതാ? ചോനർത്തല. അതെവിടാ? അമ്മൂമ്മയുടെ തറവാട്. അമ്മൂമ്മയുടെ തറവാട് പടവലത്തല്ലേ? അത് അപ്പൂപ്പന്റെ വീടാ. അമ്മൂമ്മേനെ കെട്ടിക്കൊണ്ടു വന്ന സ്ഥലം. അമ്മൂമ്മയുടെ തറവാട് വീട് ചോനർത്തല. ഓ അങ്ങനെയൊക്കെ ആയിരുന്നല്ലേ. അല്ല ഇതെന്തോ സാധനം? ഇതാ ഇത് തേങ്ങ. ഞാൻ ചക്ക ആയിരിക്കും. പോയി ഇത് വിഗ്രഹം. വിഗ്രഹോ? ഇതാ മറ്റേ അപ്പന്റെ തല പോലത്തെ വല്ല വിഗ്രഹമല്ലോ ആണോ? വെറുതെ വള്ളിയൊന്നും പിടിക്കല്ലോട്ടാ. അതൊന്നും അല്ല, ഇത് കൃഷ്ണ വിഗ്രഹം. എന്റെ റോക്സേ വിഷു അല്ലേ, കണി കാണാൻ, അല്ലാണ്ട് എന്തിനാ? അയ്യോ വിഷു ആണല്ലേ വരണത്. ഞാൻ അതങ്ങ് വിട്ടുപോയി. അല്ല നിങ്ങള് കണി കാണാൻ വേണ്ടിട്ട് അവിടെ നിന്ന് വിഗ്രഹം കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കണി കാണോ? അതെന്താന്നറിയോ? ഇത് അമ്മൂമ്മയുടെ തറവാട്ടിലെ വിഗ്രഹമാണ്. ഒത്തിരി പഴക്കമുള്ളതാ. അതായത് അമ്മൂമ്മയൊക്കെ ജനിക്കുന്നതിനെക്കാട്ടിലും ഒത്തിരി മുന്നേ ഉള്ള വിഗ്രഹമാണ്. സോ അമ്മൂമ്മ ചെറുപ്പം തൊട്ടിട്ട് ഈ വിഗ്രഹമാണ് കണി കണ്ടോണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഈ വർഷം ഈ വിഗ്രഹം കാണിച്ച് അമ്മൂമ്മ സർപ്രൈസ് ചെയ്യിപ്പിക്കാന്ന്. എന്താ പറയുന്നേ? അത് കിടക്കും. പഴയ കാലത്തെ വിഗ്രഹമാണല്ലേ? എനിക്കും കൂടെ ഒന്ന് കാണിച്ചു തരോ പ്ലീസ് പ്ലീസ് പ്ലീസ്? പിന്നെ അത് അമ്മൂമ്മ കണ്ടാ മതി. കാണുന്നത് ചേച്ചി ഒന്ന് പറയച്ചു, ഞാൻ കണ്ടിട്ടില്ല. പഴക്കം ചെന്ന വിഗ്രഹമല്ലേ, ഒന്ന് കാണിച്ച പ്ലീസ്. എരക്കണ കണ്ടില്ല ശിവ, കാണിച്ചു കൊടുക്കാം. വിഷയമായിട്ട് നല്ലത് ചെയ്യാൻ. നല്ല വെയിറ്റ് ഉണ്ട്. കൂടെ കരിങ്കല്ലോ ജിമ്മൻ തന്നെ. ഇതുണ്ട് ജിമ്മൻ തന്നെ. നേരെ വൈ തിരിച്ച് ഇങ്ങനെ അടിക്കട്ടെ. ഓ ഇതല്ലേ ദൈവമേ, നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് എത്ര കൊല്ലം പഴക്കമുണ്ട്? എന്തായാലും അമ്മൂമ്മേനെക്കാളും പ്രായമുണ്ട്. ഒരു 100-120 കൊല്ലം കാണും. അപ്പൊ ഇത് പുരാവസ്ഥാണ്. ആ അങ്ങനെയും പറയാം. വിറ്റാ നല്ല പൈസ കിട്ടായിരിക്കും. അത് വിൽക്കുമ്പോ അറിയാം. അല്ല പറഞ്ഞത് എന്തായാലും സാധനം കിടിഞ്ഞി കൊള്ളാം. കൃഷ്ണനെ കണ്ടല്ലോ, കണ്ടു. ഹാപ്പി ആയല്ലോ. നീ ആ തുണി ചുറ്റിക്കേ. ചുറ്റാമേ. തിരിച്ചു ചുറ്റട്ടെ? എങ്ങനെയെങ്കിലും ചുറ്റ്. മര്യാദക്ക് എന്റെ ഷീബു. എനിക്കിതൊക്കെ ഇളക്കാൻ അറിയോ? ചുറ്റാനൊന്നും എനിക്കറിയാം. പിന്നെ എന്താ അറിയാണ്? കൈവിടല്ലേ കൈവിടല്ലേ. ഇല്ല ഇത് ചുമക്കണ്ടേ. വിടല്ലേ. ഓക്കേ അപ്പൊ ബൈ. പിന്നെ വിഷു കണി കാണാൻ ഞാനും വരും. അതിനെന്താ? അതിന്റെ ആവശ്യമില്ല. ശരി. എന്ത് വിഷു ആയിട്ട് നാട്ടിലൊന്നും പോകുന്നില്ലേ? നാട്ടിലൊന്നും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കാന്ന് വെച്ചു. പോട്ടെ പോയിട്ടാ. ഹാപ്പി വിഷു. അല്ല ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഓക്കെ ബൈ ഷിബു. ബൈ 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 ഷിബു. ബൈ.
ബ്രോ തീപ്പെട്ടി ഉണ്ടോ? തീപ്പെട്ടി ഇല്ല ബ്രോ, ഞാൻ വലിക്കാറില്ല. ആണോ? അതെ, എന്തായിരുന്നു ഒരു സാധനം കയറ്റിക്കൊണ്ട് പോകണം? എന്താ? അയ്യോ, അത് പഴക്കമുള്ള നല്ലൊരു വിഗ്രഹമാണ്. നല്ല പഴക്കമുണ്ടോ? പിന്നെ നല്ല, അത് ആന്റിക്കാണെന്ന് തോന്നുന്നു. ആന്റിക്കാണല്ലേ? അപ്പൊ നല്ല വില കിട്ടും. ഇല്ല, കൊടുത്താൽ നല്ല വില കിട്ടും. ആണോ? എന്നാ ശരി. എന്നാ ശരി ശരി. അമ്മുമ്മേ, അമ്മുമ്മേ, അമ്മമ്മോയ് കേശേട്ടാ. അളിയാ, എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുഴിപ്പള്ളത്ത് പോയിട്ട് എന്തുവായിരുന്നു ഇത്ര അത്യാവശ്യം? സിദ്ധുവിനോട് ചോദിച്ചപ്പോ സിദ്ധുവിനിട്ട് അറിയത്തുമില്ല. എന്നാലേ ഞാൻ സത്യം പറയട്ടെ, ഞങ്ങള് പോയത് കുഴിപ്പള്ളത്തോട്ടല്ല. പിന്നെ എവിടെ പോയതാ? ചോനറത്തല. ചോനറത്തലയിലോട്ടോ? എന്തിന്? അതൊക്കെ ഉണ്ട്, ഒരു സർപ്രൈസ്. സർപ്രൈസോ? ആർക്കാ? എനിക്കാ? ഈയടാ, എല്ലാവർക്കും സർപ്രൈസ് ഒക്കെ തന്നെ, പക്ഷെ അമ്മുമ്മക്ക് ഇതൊരു കിടിലൻ സർപ്രൈസ് ആയിരിക്കും. എന്തോ കാര്യം പറ. കാണിക്കട്ടെ? കാണിക്ക്. ചേച്ചി, അത് തന്നെ, ചോനറത്തിലെ പോയി എടുത്തോണ്ട് വന്നതാ. അമ്മമ്മയല്ലേ എല്ലാ കൊല്ലവും പറയാറ് ഈ വർഷമെങ്കിലും ചോനറത്തലയിലെ കൃഷ്ണനെ കണി കാണണമെന്ന്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ വർഷം എന്തായാലും അവിടുത്തെ കൃഷ്ണനെ തന്നെ കണി കാണിക്കുമെന്ന്. സന്തോഷമായ ഭവാനി അമ്മയ്ക്ക്. കിട്ടിയ അമ്മൂമ്മ, അമ്മൂമ്മയുടെ കണ്ണെന്തിനാ പറയണേ? കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ സ്വപ്നം കണ്ടതേ ഉള്ളൂ. കൃഷ്ണൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, ഭവാനി നിനക്കെന്നെ കാണാൻ തോന്നുന്നില്ലേന്ന്. ഇനി കണ്ണു നിറയെ കാണാമല്ലോ. அம்மா நீங்க ரொம்ப ஹாப்பில. ചോനറത്തലേന്ന് കല്യാണം കഴിഞ്ഞ് പോരുന്നത് വരെ ഞാൻ എൻ്റെ ഈ കൃഷ്ണനെ ആ കണി കണ്ടോണ്ടിരുന്ന്. കരയുന്ന കരയണ്ടേ? അമ്മൂമ്മ, എനിക്ക് അറിഞ്ഞോണ്ട് വന്നു കഴിഞ്ഞാൽ ലേറ്റ് ആവും. വാ, ഇറങ്ങാം. നിങ്ങളോടെ പോണ്? நாங்க எல்லாரும் விஷு ஷாப்பிங்க்கு போறோம். എല്ലാവരും പോകുന്നുണ്ടോ? ஆமா, நாங்க போறோம்னு சொன்னப்போ இவங்களும் கூட வரேன்னு சொன்னாங்க. എന്നാ പിന്നെ നമുക്കും പോവാം. എന്തോത്തിന് ഇവിടെ നിൽക്കുന്നത്? ആ, എല്ലാ ഷോപ്പിംഗ് ഒന്നും ഒറ്റയടിക്ക് അങ്ങ് തീർക്കാം. എനിക്കിന്ന് 2 ഡ്രസ് വേണം. എനിക്ക് 10 ഡ്രസ്. അമ്മ, എനിക്ക് 15 ഡ്രസ് വേണം ചെന്നൈ കൊണ്ടുപോകാൻ. ഞാനും വിട്ടു കൊടുക്കൂല. അളിയനോട് പറ. അളിയാ, കേശുമോനെ, ഇതെടുത്തങ്ങ് അകത്തോട്ട് വെക്ക് മക്കളെ. ഓക്കേ ബാബാ, ഇറങ്ങിയോ എല്ലാരും ഇറങ്ങിയോ? ഓക്കെ, പോട്ടെ പോട്ടെ പോട്ടെ. ഹാൻഡിൽ വിത്ത് കയറാം. ഓക്കേ ബാബാ ബാബാ. ഞങ്ങള് ഷോപ്പിങ്ങിന് പോയിട്ട് ദേ പറഞ്ഞു. അവിടത്തെ വീട്ടിൽ നമ്മള് പൊളിക്കും. പോവാം. ആന്റി, എന്താ വെച്ചേ?
ഇനി 2 മിനിറ്റ് കിടക്കാം. വെയിലാണോ? ഇവിടെ ലൈവ് വെച്ച് അവിടെ ഇവിടെ അല്ലേ വെച്ച് അളിയാ അമ്മൂമ്മ കാണാനില്ല. എന്താടാ? കൃഷ്ണനെ കാണാനില്ല. ആ എന്താ അവിടെ കൊണ്ടുപോയി വെച്ച കൃഷ്ണ വിഗ്രഹം കാണാനില്ല. അതവിടെ പോയി. அம்மா 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 பின்னாடி டோர் எல்லாம் திறந்து கிடக்குது. பூட்டெல்லாம் யாரும் உடைச்சிருக்காங்க. കള്ളന്മാരാണോ? വേറെ എന്തെങ്കിലും പോയിട്ടുണ്ടോ നോക്കിയേ. നോക്കമ്മ. ഇവിടെ നിന്നൊന്നും പോയിട്ടില്ല. അവിടെ നിന്നൊന്നും പോയിട്ടില്ല. ഇല്ല പോയിട്ടില്ല. വേറൊന്നും പോയിട്ടില്ല. ഇല്ല. എടാ വേറൊന്നും പോകാത്ത സ്ഥിതിക്ക് ഇത് വിഗ്രഹം മാത്രം അടിച്ചു മാറ്റാൻ കയറിയ കള്ളന്മാരാ. അതിന് വിഗ്രഹം വീട്ടിലുണ്ടെന്ന് വേറെ ആർക്കറിയാവുന്നേ? ഷിബു റോക്സിനെ അറിയാം. അവനെങ്ങനെ അറിയാം? ഞങ്ങൾ വരുന്ന വഴിക്ക് ഷിബു റോക്സിനെ കണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം പറഞ്ഞു. ഹേ ഷിബു അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല. ആടാ അവനൊന്നും ചെയ്യൂല. അവൻ അല്ലെങ്കിൽ പിന്നെ വേറെ ആര്? എന്താണല്ലോ പോലീസിനെ വിളിക്കണം. നിങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ കൃഷ്ണൻ അവിടെ ഉണ്ടെന്ന് പോയി നോക്കിയെടുക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കൃഷ്ണനെ കിട്ടിയില്ലെങ്കിൽ ഇക്കൊല്ലം വിഷു ഇല്ല, ഒന്നുമില്ല. അളിയാ പോലീസിനെ അറിയിക്കണം എന്താണല്ലോ. അതെ, ഞാനൊരു കാര്യം പറയാം. ആദ്യം നമുക്ക് അടുത്ത പുറത്ത് എവിടെയെങ്കിലും നോക്കാം, എന്നിട്ട് പോലീസിനെ വിളിച്ചാ പോരെ? ബാ, ഞാൻ അവിടെ തപ്പാം. ഞാൻ വരാം. നമുക്ക് അപ്പുറത്ത് നോക്കാം. ദൈവമേ, കേശു ഉണ്ടോ? ഉണ്ടാവല്ലേ. ശിവു, ശിവാനി, ശിവാനി. ഹലോ ശിവു. ഹലോ. ഹായ്. എന്തോന്ന്? ഇത് കണിക്കൊന്ന. അത് നീ കണ്ടാ മനസ്സിലാവും. എന്തോ നിങ്ങൾ കൊണ്ടുവന്നേ? ഇത് കണി കാണാൻ. ഇത് മാത്രല്ല വേറെ ഒന്നുണ്ട്. നമ്മുടെ നാട്ടില് മുല്ലപ്പൂ ഒന്നും കണിക്ക് വെക്കൂല. ഇല്ല വെക്കൂല. ഇത് തലേ വെക്കാലോ. ആർക്ക്? തല അടിച്ച് തിരിക്കും ഞാൻ കേട്ടല്ല. തല അടിച്ച് തിരിക്കല്ലേ, പാവല്ലേ. ആ, താൻ കറക്റ്റ് സമയത്താ വന്നത്. താൻ നേരത്തെ എങ്ങാനും വീട്ടിൽ വന്നിരുന്നു. ഓഹോ, അപ്പൊ താനാണല്ലേ കള്ള. എല്ലാവരും പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മാത്രം പറഞ്ഞു താനല്ലാന്ന്. എന്ത് താനല്ലാന്ന്? ഞാനല്ലേ, പിന്നെ വേറെ ആരാ? അതല്ല, പിന്നെ താൻ വീട്ടിൽ വന്നിട്ട് എന്തോ ചെയ്ത്? ഞാൻ ഇവിടെ നോക്കിയപ്പോ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നു. പക്ഷെ അകത്ത് തട്ടുമൂട്ടൊക്കെ ഉണ്ടായിരുന്നു. വിളിച്ചിട്ട് ആരും പുറത്തും വന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് പോയി. താൻ വീട്ടിനകത്തൊന്നും കേറിയില്ലേ? ഇല്ല, ഞാൻ വിചാരിച്ച ക്യാഷ് വല്ലതും ചെയ്യണമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റ ഓട്ടം തിരിച്ച്. എന്തോറ്റി? അതല്ലേ നമ്മൾ രാവിലെ കൊണ്ടുവന്നില്ലേ അമ്മൂമ്മയുടെ തറവാട്ടിലത്തെ വിഗ്രഹം? അത് കാണാണ്ടായടോ. ഇനി അത് എന്റെ തലയിൽ വരും. കേശുവിനാണെങ്കിൽ തന്നെയാണ് സംശയം. ഞാൻ പോട്ടെ, അവൻ കണ്ടെ കൊല്ലും. എങ്ങനെയെങ്കിലും കൊണ്ടുപോയി കാക്ക ഒത്തി കൊണ്ടിട്ടെന്ന് പറ. പിടി ആരെങ്കിലും പറഞ്ഞു ഞാൻ കണ്ടോണ്ട് വന്നാൽ ശരിയാവൂല. പിടി. ഇത് കണി, മുല്ല, മുല്ല്, കൊന്ന, കൊന്നേ, മണി.
അല്ല കണിക്കൊന്ന കാണിക്കൊന്ന് എന്താ ഇവിടെ അല്ല ഇത് കണിക്കൊന്ന തരാൻ വേണ്ടി വന്നത്. കാണിക്കൊന്ന അല്ലേ? അപ്പുറത്തെ കയ്യിലെന്നടാ? ഇപ്പുറത്തെ കയ്യിലാ? ഓ ഇപ്പുറത്തെ കയ്യില് കൊന്ന. മുല്ലേ? ആർക്ക്? മുല്ല കേശുവിന് കൊണ്ടുവന്നതാടാ. സത്യം തന്നെ കേശു ഇത് വച്ചാ നന്നായിരിക്കും എന്ന് എന്റെ മനസ്സ് പറഞ്ഞ അങ്ങനെ കൊണ്ടുവന്നത്. എന്താ ഫോൺ വിളിച്ചിട്ട് ഫോൺ കണ്ടില്ല ഞാൻ. കാണൂല. സത്യം പറ. ചുമ്മാ എന്നെ സംശയിക്കില്ല. ഞാൻ ആ വിഗ്രഹം ഒന്നും ഞാൻ എടുത്തില്ല. സത്യമായിട്ട് ഞാൻ എടുത്തില്ല. വിഗ്രഹം ഇവിടുന്ന് കാണാതെ പോയത് നീ എങ്ങനെയാ അറിഞ്ഞേ? അത് പിന്നെ ഞാൻ വന്ന് കയറിയപ്പോ ആദ്യമേ ഈ കൊച്ചന്റെ അടുത്ത് പറഞ്ഞ വിഗ്രഹം കാണാനില്ലെന്നില്ലേ? ഞാനടാ പറഞ്ഞ, സത്യമായിട്ട് ഞാനാ പറഞ്ഞേ. രശിബ നീ കളിക്കല്ലേ, വിഗ്രഹമാണ് പോയേക്കണത്. എടുത്തേക്ക് മര്യാദക്ക് തിരിച്ചാ. എടാ അത് ഒടുക്കത്തെ വെയിറ്റ് ഞാൻ എങ്ങനെ എടുത്തോണ്ട് പോവാ? അഥവാ ഞാൻ എടുത്തെങ്കിൽ തന്നെ അത് കൊണ്ട് കൊടുക്കേണ്ട ബുദ്ധിയൊന്നും എനിക്കില്ല. പിന്നെ വിഗ്രഹമൊക്കെ വിൽക്കാന്ന് പറഞ്ഞ ഭയങ്കര പണിയല്ലേ, അത് ഞാൻ ചെയ്യോ? പറഞ്ഞോട്. എന്നോട് അവന് ബുദ്ധിയില്ല, നിനക്കറിയാലോ. ഇല്ല എടുത്ത സാധനം തിരിച്ചാടാ. എന്തെടുത്ത നിങ്ങളല്ല ഞങ്ങളുടെ വിഗ്രഹം മര്യാദ തിരിച്ചു തരാൻ. നിങ്ങളുടെ വിഗ്രഹം എവിടെ പോയത് എനിക്ക് അറിയണോ? ഒന്ന് പറഞ്ഞു. അവനെ അറിഞ്ഞൂടാ അളിയാ. ഇല്ല, സത്യമായിട്ട് അറിയത്തില്ല. കണിക്കൊന്നേ മുല്ലേ കൊണ്ട് വന്നേക്കണവേ. എന്തിനുണ്ടോന്ന്? ഇത് കണി കാണാൻ. ഇത് പിന്നെ ഇതും കണി കാണാനല്ല. വിഗ്രഹം ഇല്ലാതെ അമ്മൂമ്മ കണിയും കാണത്തില്ല, വിഷു ആഘോഷിക്കത്തില്ലെന്നാ പറയുന്നത്. അതല്ല, നിങ്ങൾ എന്റെ പുറകെ നടക്കാതെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താ പോരെ? അതൊക്കെ പരാതി വിളിച്ച് പറഞ്ഞേ തന്നെ. എന്നാലും ഞാൻ എന്റെ കയ്യിൽ വിഗ്രഹമൊന്നുമില്ല, ഇതേ ഉള്ളൂ. മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും പിന്നെ മണവും മമിതയും. പിന്നെ മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. അതെ, തന്നിട്ട് പോടാ. പോട്ടെ. പിന്നെ ദൈവത്തിന്റെ അല്ലേ കാണാനില്ലാതായത്. അപ്പൊ ദൈവം പോയതാണെങ്കിൽ തിരിച്ചു വരും. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കാതിരിക്കുക കേട്ടാ. ഓൾ ദ ബെസ്റ്റ്. എന്താണോ വിളിച്ചേ? കൊന്നപ്പൂണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കിട്ടി, കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇതോ? ഇത് നീ കൊണ്ട് കാണി വെച്ചോ. എന്താ കഷ്ടപ്പെട്ട് മരത്തെ വലിഞ്ഞ് കയറി പറിച്ചതാ. അത് കറക്റ്റ് സമയത്ത് കൊണ്ട് തരണം. ഇല്ലെങ്കിൽ പിന്നെ നിന്റെ സൗകര്യത്തിന് നീ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. കുഴപ്പമില്ല, നീ കൊണ്ട് വെച്ച് കാണി വെച്ച് കാണും. നല്ലതാ കൊന്നപ്പൂ. രാവിലെ കണ്ടവനല്ലേ അത്? ആരാമാര്? ഉമ്മാർക്ക് ഇവിടെ എന്ത് പരിപാടി? ചേട്ടാ, ഓയ് എന്താ പരിപാടി? കള്ളത്തിനും ഓടി കള്ളത്തിനെ വാടാ, ഓടടാ, പിടിടാ. ചേട്ടാ, അവന്മാരെന്തിനാ ഓട്ടോടെ ഓടിയത്? കണ്ണി പോലും കാണിച്ചില്ല. അവന്മാരെന്തിനായിരിക്കും നമ്മളെ കണ്ടപ്പോ ഓടിയത്? കള്ളന്മാരല്ലേ, കള്ളന്മാര്. അവന്മാർ ഇവിടെ എന്തോന്ന് ചെയ്തോണ്ടിരുന്ന? ചാക്ക്. അല്ല ബോംബ് വേണോ അളിയാ? ചുമ്മാ ഇരിക്കടേ, പേടിപ്പിക്കാതെ. ഇത് അമ്മൂമ്മയുടെ വിഗ്രഹം. അമ്മൂമ്മയുടെ വിഗ്രഹം? അതൊക്കെ ഉണ്ട്. ഇത് വച്ച് ഞാൻ ഒരു കളി കളിക്കും.
സുന്ദരനായ ഉണ്ണിക്കണ്ണൻ. കൃഷ്ണ, ഞാൻ അറിഞ്ഞില്ല നീ എന്റെ കൂടെ ആയിരുന്നു. കണ്ണ കണ്ണ ഓടിവാ ഉണ്ണിക്കണ്ണ ഓടിവാ കിഴക്കിലും ചാടിവാ. ഞാൻ തന്നെ എല്ലാം വേണം കണ്ടുപിടിച്ച് കൊടുക്കാൻ. ഇത് ഞാൻ കൊണ്ട് കൊടുക്കുമ്പോ ഞെട്ടും. ഞെട്ടോ പൊട്ടോ? ദൈവമേ, ഇനി ഇത് ഞാൻ കൊണ്ട് കൊടുക്കുമ്പം ഞാൻ അടിച്ചു മാറ്റി കൊണ്ട് കൊടുക്കണമെന്ന് ഇവരൊക്കെ വിചാരിക്കുവോ? വിചാരിച്ച എന്റെ കാര്യം തീർന്ന്. ഒന്നാമത് എല്ലാത്തിനും ബുദ്ധിയില്ലാത്തതാ. ആകപ്പാടെ ബുദ്ധിയുള്ളത് ആ ശിവാനിക്ക. അതാണെങ്കിലും വേണ്ട സമയത്ത് വർക്കും ചെയ്യില്ല. ഇതിപ്പോ കൊടുത്താൽ ശരിയാവൂല. ആ, നാളെ പുലർച്ചെ കണിയൊരുക്കി സർപ്രൈസ് ആയിട്ട് കൊണ്ടുവയ്ക്കാം. അല്ല, ഇത് ചുമന്നുകൊണ്ട് തിരിച്ചു പോണ കാര്യം. കൃഷ്ണ, എന്നോടൊന്നും തോന്നല്ലേ. അടിന്റെ അവസ്ഥ ഇതായോണ്ടാണ്. നാളെ പുലർച്ചെ കണി വയ്ക്കേണ്ട സാധനമായിട്ട് ഞാൻ വേഗം ഇങ്ങ് വരാം. അതൊരു ഇവിടെ കിടക്കണേ കേട്ടാ. എന്തായി, കിട്ടിയാ? பாவம் அம்மா. என்னாலும் அம்மாவோட கடவுளை இந்த திருடங்க தூக்கிட்டு போனாங்கல்ல. தூக்கிட்டு போனேல இருந்து அம்மா ஒண்ணுமே சாப்பிடலப்பா. വിഷു ആഘോഷിക്കാൻ നമ്മുടെ കണ്ണനെ കള്ളം കൊണ്ടുപോയില്ലേ? മുമ്മ, ഇപ്പൊ എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് കണി കാണാൻ വേണ്ടി ഒരു കണ്ണനെ മേടിച്ചാലേ? അല്ല, ഞാൻ നമ്മുടെ റോട്ടിയില് കണ്ടേ ഇങ്ങനെ നിരത്തി വെച്ചേക്കണ് നീല കളറില്. രസമുണ്ട്. രസമുള്ളതൊക്കെ അവിടെ ഇരുന്നോട്ടെ. എനിക്ക് എന്റെ കണ്ണൻ തന്നെ മതി. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയതാ. ആരും കുഴിപ്പള്ളത്ത് പോകുന്നില്ല. ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെ നിന്നാ മതി. അതുകൊണ്ട് ഒരു പ്ലേസും ഇല്ല. എല്ലാരും ഇവിടെ നിന്നാ മതി. പിന്നെ വാ. ഇപ്രാവശ്യത്തെ വിഷു ഗോവിന്ദ. അത് നീ എവിടെ കൊണ്ട് വെച്ച്? നീ എടുത്തത് അല്ല, പാർക്കുഞ്ഞെടുത്തത്. നേരത്തെ കൃഷ്ണനെ നോക്കാൻ പോയല്ലേ? അപ്പൊ അവിടെ എവിടെങ്കിലും ഇട്ട് കാണും. ബാ, പോയി നോക്കാം. നീയല്ലേ എടുത്തേ? നീ എവിടെ കൊണ്ട് വെച്ചത്? നീ എടുത്തേ? കല്ലു, നീ വിഗ്രഹം തപ്പാൻ വന്നപ്പോ എങ്ങോട്ടൊക്കെയാ പോയേ? അവിടെ അങ്ങോട്ട് പോയി, പിന്നെ അങ്ങോട്ട് പോയി, പിന്നെ അങ്ങോട്ടും പോയി, പിന്നെ കേശവന്റെ കൂടെ എവിടെയോ പോയി. അപ്പൊ നമുക്ക് ഫസ്റ്റ് അവിടെ പോയി നോക്കാം. ആ, ചാക്ക. കുഞ്ഞമ്മ, അമ്മൂമ്മയുടെ കൃഷ്ണൻ. എവിടെയായിരുന്നു? ലക്ഷ്മി, അമ്മൂമ്മേടത്ത് ഇപ്പൊ പറയാൻ നിൽക്കണ്ട. എന്താ?
നമുക്ക് കണിയൊക്കെ ഒരുക്കി കണ്ണനെ വെച്ചിട്ട് അമ്മൂമ്മക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം. എന്താണ് അളിയാ? ഓക്കെ. ഇവിടെ പോയി കൃഷ്ണ, നീ വീണ്ടും പോയാ? നീ ഇവരെ എങ്ങനെ കണി കാണിക്കും? ആ ഇടത്തോട്ട് 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 ഇടത്തോട്ട്. ആ ആ ആ പോട്ടെ പോട്ടെ ഇടത്തോട്ട് കുറച്ചുകൂടെ പിടി, വാതിലിടിക്കും. എടുത്തോട്ടാ. ആ പോട്ടെ ആ പോട്ടെ ആ പോട്ടെ ഓ പോട്ടെ. മതി 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 നില്ല്. ആ ആ 2 ഇഞ്ച് വലത്തോട്ട് നീങ്ങ എല്ലാരും. ആ റൈറ്റ് ലെഫ്റ്റ്. റൈറ്റ്. ഇടത്തും കണ്ടാ തിരിച്ചറിയാത്തവരായി. അമ്മൂമ്മ ആ ഇവിടെ നിക്കണേ. ഓക്കെ ചേച്ചി അളിയ കൈഡ് ചെവിയല്ലേ? വാ 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 വാ. ഓക്കെ. ആ നീ കുറച്ച് ഫ്രണ്ടി കയറി അളിയാ. ഫ്രണ്ടി വാ ഫ്രണ്ടി വാ ഫ്രണ്ടി വാ ഫ്രണ്ടി വാ. സ്റ്റേ. അപ്പൊ എങ്ങനാ കണ്ണുറക്കല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കാണണ്ടാന്ന്. എന്ത്? എനിക്ക് എന്റെ കൃഷ്ണനെ കണ്ടാ മതി. മുമ്മ ദൈവം സർവചരാചരങ്ങളിലും ഉണ്ട് എന്നാണല്ലോ. കണ്ണുറക്കം മുമ്മ. തുറന്നേ എല്ലാരും കണ്ണുറന്നേ കണ്ണുറന്നേ കണ്ണുറന്നേ. ആ തുറ അമ്മൂമ്മ കണ്ണൂറ അമ്മൂമ്മ. എന്റെ കൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പ മോനെ, എന്റെ കണ്ണനെ എവിടുന്ന് കിട്ടി? അതൊക്കെ വലിയ കഥയാ, പിന്നെ പറഞ്ഞു. മുമ്മ വിഷുക്കണി കഴിഞ്ഞു, ഇനി കൈ നീട്ടം കൈ നീട്ടം കൈ നീട്ടം. മക്കളെ അമ്മൂമ്മയുടെ ഒന്നുമില്ല. അമ്മൂമ്മ പേടിക്കണ്ട. ഓ ഇരിക്കണ്ട, ഞാൻ നേരത്തെ അമ്മൂമ്മയുടെ ബാഗിൽ നിന്ന് എടുത്തിങ്ങ് വെച്ചു. എന്റെ പേഴ്സൺ എടുത്തില്ലോ അല്ലടാ? ഇല്ലില്ല, അത് പിന്നെടുക്കാം. എന്റെ പൊന്നുമോനെ ഹാപ്പി വിഷു. ഇനി ഭാര്യയ്ക്കും കൊച്ചിനും കഴിഞ്ഞു. രാവിലെ പടക്കം പൊട്ടിക്കണത് ചിലപ്പോഴേ കണി കാണിക്കാൻ വേണ്ടി ഒന്ന് പിള്ളേരായിരിക്കും. വിഷുവിന് നീ നമുക്ക് സ്വൈര്യം തരൂല്ലടേ. അരുത് സതീർത്യ, അരുത്. നാം ഇന്ന് കൃഷ്ണനാണ്. ഇവിടത്തെ കൃഷ്ണ വിഗ്രഹം പോയിട്ട് അമ്മൂമ്മ കണി കാണില്ലെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് നാം ഇന്ന് കൃഷ്ണന്റെ വേഷത്തിൽ അവതരിച്ചതാണ് ഇവിടെ. അളയാ കുറച്ച് പടക്കം കൊടുത്ത് എന്റെ വായിട്ട് പൊട്ടിച്ചാലാ? കൃഷ്ണനാണെന്നോ മറക്കരുത്. മോനെ 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 വേണ്ട, നല്ലൊരു ദിവസമായിട്ട് നമ്മളെ കണി കാണിക്കാൻ വേണ്ടി വന്നല്ലോ, ഒന്നും ചെയ്യണ്ട. അതെ, ഞാൻ കുറച്ച് പടക്കം കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടെ പൊട്ടിച്ചാല. പറ്റില്ലെന്ന് മാത്രം പറയരുത്, ഇന്ന് വിഷുവാണ്, എന്റെ ഒരു ആഗ്രഹമാണ് സാധിച്ചാ. പൊട്ടിക്കാം പൊട്ടിച്ചേക്കാം പൊട്ടിച്ചേക്കാം.